മലയാള സിനിമയിലെ മഹാനടനായ മോഹൻലാലിന്റെ മകൾ എന്ന വിലാസത്തിൽ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത കലാകാരിയാണ് വിസ്മയ മോഹൻലാൽ. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ നായികയായി എത്തുമെന്ന ആരാധകരുടെ പ്രതീക്ഷകളേക്കാൾ എഴുത്തിന്റെയും വരയുടെയും ആയോധന കലയുടെയും വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാനാണ് വിസ്മയ എപ്പോഴും ഇഷ്ടപ്പെട്ടത്. അച്ഛന്റെ പ്രശസ്തിയുടെ തണലിലല്ല, സ്വന്തം കഴിവുകൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച വിസ്മയുടെ പ്രചോദനാത്മകമായ കഥയാണിത്. 2021 ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന തന്റെ ആദ്യ കവിതാ ചിത്രരചന സമാഹാരത്തിലൂടെ വിസ്മയ ലോകശ്രദ്ധ നേടുന്നത്. ഇമോഷണലായ വരികളും മനോഹരമായ ചിത്രീകരണങ്ങളും നിറഞ്ഞ ഈ പുസ്തകത്തെ ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചൻ പരസ്യമായി പ്രശംസിച്ചു. വിസ്മയുടെ സെൻസിറ്റീവായ കവിതാ ശൈലിയെയും ചിത്രരചനയെയും അദ്ദേഹം അഭിനന്ദിച്ചപ്പോൾ നടൻ ദുൽഖർ സൽമാൻ വിസ്മയുടെ ചിത്രങ്ങളും കവിതകളും അവരുടെ പ്രായത്തേക്കാൾ ഏറെ മുന്നിലാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ആദ്യ പുസ്തകത്തിലൂടെ തന്നെ സാഹിത്യരംഗത്ത് സ്വന്തമായ ഒരിടം കണ്ടെത്താൻ വിസ്മയയ്ക്ക് സാധിച്ചു. കവിതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ വിസ്മയ തയ്യാറായിരുന്നില്ല. എഴുത്തിനോടുള്ള തന്റെ പ്രണയം കഥാരചനയിലേക്കും തിരക്കഥാരചനയിലേക്കും വികസിപ്പിക്കുകയാണ് അവർ ചെയ്തത്. തന്റെ അരങ്ങേറ്റ ചിത്രമായ തുടക്കത്തിന്റെ കഥാരചനയിൽ വിസ്മയ പ്രധാന പങ്ക് വഹിച്ചു. സിനിമയുടെ പിന്നണിയിൽ ഒരു കഥാകൃത്തായി തന്റെ സർഗാത്മകത തെളിയിക്കാൻ ഇതിലൂടെ അവർക്ക് കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ പക്വതയുള്ള കഥാസന്ദർഭങ്ങളും ആശയങ്ങളും ഉൾപ്പെടുത്തി തന്റെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറക്കാനുള്ള തീവ്രമായ തയ്യാറെടുപ്പിലാണ് വിസ്മയ. കലാപരമായ വളർച്ചയ്ക്കൊപ്പം തന്നെ വിസ്മയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് അവരുടെ ഫിറ്റ്നസ് യാത്രയായിരുന്നു. മുൻപ് നടക്കാനും പടികൾ കയറാനും പോലും കഠിനമായി ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു വിസ്മയയ്ക്ക്. ശാരീരിക ബുദ്ധിമുട്ടുകൾ തളർത്താൻ തുനിഞ്ഞപ്പോൾ അതിനെ തോൽപ്പിച്ച് മുന്നേറാൻ തന്നെ വിസ്മയ ഉറപ്പിച്ചു. ഈ നിശ്ചയദാർഢ്യമാണ് അവരെ തായ്ലാന്റിലെ പ്രശസ്തമായ ഫിറ്റ്നസ് ക്യാമ്പിലേക്ക് എത്തിച്ചത്. 2020 തായ്ലാന്റിലെ കോ സമൂഹയിലുള്ള ഫിറ്റ്കോ ക്യാമ്പിൽ വെച്ചാണ് വിസ്മയ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മെയ്വഴക്ക പരീക്ഷണം നടത്തിയത്. കോച്ച് ടോണിയുടെ ശിക്ഷണത്തിൽ തീവ്രമായ മൂവായ് തായ് എന്ന ആയോധന കല അവർ അഭ്യസിച്ചു. കഠിനമായ അധ്വാനത്തിലൂടെയും കൃത്യമായ ഭക്ഷണക്രമത്തിലൂടെയും 22 കിലോ ഭാരമാണ് വിസ്മയ കുറച്ചത്. തന്റെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കരുത്ത് പകരണമെന്ന് വിസ്മയ ഈ മാതൃകാപരമായ യാത്രയിലൂടെ തെളിയിച്ചു. സ്റ്റാർ കിഡ് എന്ന ലേബലുകൾക്കപ്പുറം ഒരു സ്വതന്ത്ര കലാകാരിയായും കായിക പ്രേമിയായും വിസ്മയ മോഹൻലാൽ വളരുമ്പോൾ അത് ഏതൊരു വ്യക്തിക്കും വലിയൊരു പ്രചോദനമാണ്. സ്വന്തം പോരായ്മകളെയും തടസ്സങ്ങളെയും മറികടന്ന് ഇഷ്ടമുള്ള മേഖലകളിൽ വിജയം കൊയ്യുന്ന വിസ്മയുടെ വരുംകാല സൃഷ്ടികൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.